നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് RSS ശാഖയിൽ ഇപ്പൊ എന്താ പറയാ, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട, ആത്മഹത്യ ചെയ്തല്ല കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം. കാരണം പീഡനത്തിന് ഇരയായിട്ട് അങ്ങോട്ട് സ്വയം മരണം കൈവരിച്ചതാണല്ലോ, അപ്പൊ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ 24 വയസ്സുള്ള ഒരു യുവാവിന്റെ വിശേഷങ്ങൾ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് നരഭോജികളും പിന്നെയോ രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച കൊങ്ങികളുമൊക്കെ BJP RSS വിരുദ്ധത തീർക്കാൻ വേണ്ടി വലിയ രീതിയിൽ നടമാടുന്നത്, താണ്ഡവമാടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ദേശീയ തലത്തിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പപ്പു എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഗണ്ഡിയും കൂട്ടരുമൊക്കെ ശ്രമിക്കുന്നു എന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടു. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സംഘപ്രവർത്തകരും, ഓരോ BJP പ്രവർത്തകരും, ഓരോ ഹിന്ദു പ്രവർത്തകരും കുറച്ച് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ക്ഷോഭം വരുന്നത് തന്നെയാണ് ഈ ഒരു വാർത്ത. കാരണം ഈ ഒരു പയ്യൻ, 24 വയസ്സുള്ള ഒരു അനന്തു എന്ന് പറയുന്ന ചെറുക്കൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് കൃത്യമായിട്ടും ഓരോ ഡേറ്റുകളിൽ പബ്ലിഷ് ആവുന്ന രീതിയിൽ ഇയാൾ ഓരോ വീഡിയോ ചെയ്തു വെക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ആയ വീഡിയോ അയാൾ ചെയ്തു വെച്ച ഡേറ്റ് നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. സെപ്റ്റംബർ 14-നാണ്. ആലോചിച്ച് നോക്കൂ, സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബർ 14, ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആത്മഹത്യ. താൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്, മരണമൊഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാന്തിന് ചികിത്സയുള്ള ഈ പയ്യൻ പറയുന്നത്. പ്രാന്തിന് ചികിത്സ എന്ന് പറഞ്ഞാൽ അയാളെ അധിക്ഷേപിക്കുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ശശികല ടീച്ചർ പറഞ്ഞ ഒരു ലേഖനമുണ്ട്. ചെറിയൊരു ആർട്ടിക്കിൾ ആണ്, അവരുടെ ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഉള്ളതാണ്. അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം കുറച്ച് ആമുഖങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഇത്തരത്തിൽ ആളുകൾ എഴുതിയിട്ടുള്ള ഇതിലെ വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം RSS അതിന്റെ 100 വർഷം പിന്നിട്ടുകൊണ്ട് നമ്മുടെ മാതൃ സംഘടന അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിലധികം പല രീതിയിൽ ആരോപണങ്ങൾ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇതൊക്കെ വരിക എന്നുള്ളത് ഓരോ BJP ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതുണ്ട്. ശശികല ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്: അനന്തുവിന്റെ മരണത്തിൽ RSSനെ പ്രതിയാക്കുന്ന ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ പ്രേരിതമാണ്. അനന്തുവിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന NM എന്ന നിതീഷ് മുരളീധരൻ ഒരു കാലത്തും RSSന്റെ ഒരു തലത്തിലുമുള്ള ചുമതല വഹിച്ച ഒരു സജീവ പ്രവർത്തകനല്ല. തെറ്റാണെങ്കിൽ അദ്ദേഹം വഹിച്ച ചുമതല എന്തായിരുന്നു എന്ന് ഇളകിയാട്ടക്കാർക്ക് പറയാം. എന്നിട്ടും NM ചെയ്തു എന്ന് പറയുന്ന കുറ്റത്തെ RSSന്റെ തലയിൽ ചാർത്തുന്നത് ആസൂത്രിതമായ തിരക്കഥയുടെ ഭാഗം തന്നെയാണ്. കുറ്റാരോപിതനായ NM എന്ന നിതീഷിന്റെയും അനന്തുവിന്റെയും ഫോട്ടോകളാണ് താഴെയുള്ളത്. നോക്കൂ, അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ നമ്മൾ കണ്ടു. രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരുള്ള ചെറുപ്പക്കാരാണ്. താഴെയുള്ളത് 23 വർഷം പീഡിപ്പിച്ചെന്ന് പറയുന്ന പ്രതിയും ഇരയും തമ്മിലുള്ള പ്രായ വ്യത്യാസം ശ്രദ്ധിക്കുക. അതായത് ഈ അനന്തു എന്ന് പറയുന്ന ചങ്ങാതി, പ്രാന്തിന് ചികിത്സയുള്ള ഈ ചങ്ങാതി 24 വയസ്സാണ് ആത്മഹത്യ ചെയ്യുമ്പോഴുള്ളത്. അയാളെ 3 വയസ്സ് മുതൽ സംഘശാഖയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാ പറയുന്നത്. നോക്കൂ, സംഘശാഖയിലേക്ക് 3 വയസ്സുള്ള കുട്ടിയൊക്കെ തനിയെ നടന്നു പോയി ശാഖയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ലോകത്ത് ആദ്യത്തെ ഒരു സംഭവമാണ്. അതിന് ഈ പ്രാന്ത് വന്ന് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ ഈ അനന്തുവിന് അവാർഡ് കൊടുക്കേണ്ടതാണ്. 3 വയസ്സിൽ തനിയെ ശാഖയിലേക്ക് പോയി. ഇനി തനിയെ അല്ല, ഇയാളുടെ രക്ഷിതാക്കളാണ് കൊണ്ടുപോയതെന്ന് കരുതുക. നോക്കും, 100 കണക്കിന് സംഘപ്രവർത്തകർ അണിനിരന്ന് നടക്കുന്ന ഓപ്പൺ ഗ്രൗണ്ടിൽ നടക്കുന്ന ശാഖയിൽ ഈ 3 വയസ്സുള്ള ഈ കുട്ടിയെ ഇവനേക്കാൾ 2-3 വയസ്സ് അധികം ഉണ്ടാവുന്ന ഫോട്ടോ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. നിതീഷ് എന്ന് പറയുന്ന ഇന്നിപ്പോൾ സംഘത്തിന്റെ തലയിലേക്ക് ഇട്ട, എന്നാൽ ഇനി അന്വേഷണത്തിലൂടെ അത് അന്തംഗമ്മി കമ്മ്യൂണിസ്റ്റ് നരഭോജി ചങ്ങാതിയായാലും കുറ്റപ്പെടുത്താനാവില്ല. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. ധർമ്മസ്ഥലം എന്ന് പറയുന്ന കർണാടകയിലെ ക്ഷേത്രം തകർക്കാൻ വേണ്ടി ഇവിടത്തെ മനാഫ് എന്ന് വിളിക്കുന്ന ലോറി ഉടമ മനാഫ് അടക്കമുള്ള മദ്രസ പൊട്ടന്മാർ കിണഞ്ഞ് ശ്രമിച്ചതും, മുക്കാൽവണ്ണം എന്നറിയപ്പെടുന്ന രാജ്യദ്രോഹത്തിന് നിരോധനം നേരിട്ട ചാനൽ അടക്കമുള്ളവർ ശ്രമിച്ചതും, കൃത്യമായിട്ട് പിന്നീട് തെളിവ് സഹിതം അത് പുറത്തു വന്നതും, അത് അടപടലം മൂഞ്ചിപ്പോയതും കണ്ടതാണ്. അതുകൊണ്ട് ഇതും ആ അവസ്ഥയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇതിന് പിറകിലുള്ള കാര്യങ്ങൾ. ഇനി ശശികല ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്: അനന്തുവിന്റെ കുടുംബവും NMന്റെ കുടുംബവും, നിതീഷ് എന്ന് പറയുന്നവന്റെ കുടുംബവും ഒരേ കോമ്പൗണ്ടിലാണ് അക്കാലത്ത് താമസിച്ചിരുന്നത്. ഈ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത് ഇടപഴകിയവരാണ്. അനന്തുവിന് 3 വയസ്സുള്ളപ്പോൾ മുതൽ പീഡനം തുടങ്ങിയത്രേ. അതായത് നിതീഷ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അനന്തുവിനെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണോ? അതും ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന കാലത്ത് അവരുടെ അച്ഛനമ്മമാർ അറിയാതെ ഇത് നടന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അനന്തുവിന്റെ OCD രോഗം,
OCD രോഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് തന്നെ ആരംഭിച്ചത് 1.5 വർഷം മുമ്പാണ് അത്രേ. നിതീഷിന്റെ വിവാഹം കഴിഞ്ഞതും 1.5 വർഷം മുമ്പാണ്. അതായത് മനസ്സിലായല്ലോ, നിതീഷും ഇവനും സ്വവർഗാനുരാഗത്തിലായിരുന്നു എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം 3 വയസ്സ് മുതൽ തുടങ്ങിയ ആ ബന്ധം 23 വയസ്സ് കഴിഞ്ഞ് ഈ ചങ്ങാതിയുടെ നിതീഷിന്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി ഇവന് തന്റെ ഇണയെ നഷ്ടപ്പെട്ടോ എന്ന് അങ്ങനെ ബോധ്യം വരുന്നു, ആ പക വരുന്നു. അതിന്റെ കൂടെ ഇനി ഒരു ഇസ്ലാമിക ജിഹാദിയുടെ കടന്നുവരവുണ്ട്. ഈ അനന്തുവിന്റെ സഹോദരിയായിട്ടുള്ള ആ സഹോദരിയെ ലവ് ജിഹാദിൽ പെടുത്തി വിവാഹം കഴിച്ച അൻസിൽ എന്ന് പറയുന്ന ഒരു സുഡാപ്പിയുടെ കടന്നുവരവാണ് ഈ ഒരു വർഷം. ഈ ഒരു വർഷത്തിന് ശേഷമാണ് ഈ അനന്തുവില് ഇത്ര കണ്ട് മാറ്റം വരുന്നത്. ഇനി ടീച്ചർ പറയുകയാണ്, RSSന്റെ ITC ക്യാമ്പും OTC ക്യാമ്പും കഴിഞ്ഞ ആൾക്ക് അദ്ദേഹത്തെ പീഡിപ്പിച്ചവരുടെയും ആരുടെയും പേരുകൾ ഓർമ്മയില്ല അത്രേ. അത് അദ്ദേഹം അക്കാലത്ത് RSSന്റെ താലൂക്ക് ചുമതല വഹിച്ചിരുന്ന സ്വന്തം അച്ഛനോട് പോലും പറഞ്ഞില്ല അത്രേ. നോക്കൂ, ഈ അനന്തു എന്ന് പറയുന്ന ഈ ചെറുക്കന്റെ അച്ഛൻ അവിടുത്തെ RSSന്റെ താലൂക്ക് ബന്ധപ്പെട്ട ഉത്തരവാദിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ടും അനന്തുവിന് 3 വയസ്സ് മുതൽ 24 വയസ്സ് വരെ നിരന്തരം നടന്ന ഈ പീഡനം ഉണ്ടല്ലോ, RSSകാരൻ ശാഖയിൽ വെച്ച് തുടങ്ങിയ പീഡനമുണ്ടല്ലോ, അത് സ്വന്തം തന്തയോട് പറയാൻ തോന്നിയില്ല അത്രേ. മാത്രമല്ല, 1 വർഷമായിട്ടുള്ള ഇവന് പ്രാന്തിന്റെ രോഗത്തിന് മരുന്ന് കുടിക്കുന്നത്, 7 മരുന്നൊക്കെയാണ് അവൻ കാണിക്കുന്നത്. ആ മരുന്ന് കുടിക്കുന്നത് 1 വർഷം 1.5 വർഷം മുമ്പാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള 10-22 വർഷം ഇവൻ എന്തെടുക്കുകയായിരുന്നു? പീഡനം ഇങ്ങനെ സുഖിച്ച് അനുഭവിക്കുകയായിരുന്നോ എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. ഇനിയാ തനിക്ക് വ്യക്തിപരമായി ഉണ്ടായ പീഠാനുഭവത്തെ RSSുമായി കൂട്ടിക്കെട്ടി ഒരു മഹത്തായ സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ അനന്തുവിന്റെ രോഗത്തെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഈരാട്ടുപേട്ടക്കാരനായ സഹോദരി ഭർത്താവ് അൻസിൽ, അന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ടീച്ചർ ആ പേര് കൊടുത്തിട്ടില്ല, ശ്രമിച്ചുവോ എന്നും അന്വേഷിക്കപ്പെടണം. സംഘത്തിന്റെ താലൂക്ക് തല ചുമതല വഹിച്ചിരുന്ന ഒരു കാര്യകർത്താവ് ഒരു ജിഹാദി മകളെ കൊണ്ടുപോകുന്നത് എതിർക്കും തടയും. അതുകൊണ്ടാണോ ലവ് ജിഹാദിന്റെ ഇരയായി മകൾ മാറും മുമ്പ് ഉറപ്പായിട്ടുള്ള പിതാവായ അജി റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുന്നത്? നോക്കൂ, ഈ അനന്തുവിന്റെയും ഇവന്റെ സഹോദരിയുടെയും അച്ഛനായിട്ടുള്ള അജി ഏകദേശം ഈ അൻസിൽ എന്ന് പറയുന്ന ജിഹാദി ഈ പെൺകുട്ടിയെ ലവ് ജിഹാദിൽ പെടുത്തി വിവാഹം കഴിക്കുമെന്നത് ഉറപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയാണ്. കാരണം സംഘത്തിന്റെ താലൂക്ക് കാര്യപ്രവർത്തകനായിട്ടുള്ള, അതല്ലെങ്കിൽ ഭാരവാഹിത്വം വഹിക്കുന്ന അദ്ദേഹം ഒരിക്കലും അൻസിലിന് സ്വന്തം മകളെ ഇഷ്ടത്തോടെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കെ അജിയെ കൊന്നതാണോ എന്ന് പോലും വലിയ സംശയിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ അനന്തു എന്ന് പറയുന്ന കൊല്ലപ്പെട്ട, ആത്മഹത്യ ചെയ്ത അവന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള അൻസിൽ അന്വേഷണ പരിധിക്കുള്ളിൽ വരിക തന്നെ ചെയ്യും. ഇത് ജിഹാദികൾ ആസൂത്രണം ചെയ്തതാണ് എന്ന് കൃത്യമായിട്ടും ഏതൊരാൾക്കും, അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനാവും. ഇനിയോ, ആ റോഡ് അപകടവും അന്വേഷിക്കപ്പെടണം. അനന്തുവിന്റെ മരണത്തോടെ ഇപ്പോൾ സ്വത്തുവകകളുടെ ഏകാവകാശി അൻസിൽ മാത്രമാണെന്നതും മറന്നുകൂടാ. ഈ വീഡിയോകൾ എടുപ്പിച്ചതിന് ശേഷം അനന്ത് ചതിക്കപ്പെട്ടതാണോ? സമഗ്ര അന്വേഷണം വേണം. അതായത് പ്രാന്തുള്ള അനന്തു, ഏകദേശം 1.5 വർഷം മുമ്പുള്ള ഈ പ്രാന്ത് പിടിച്ചുള്ള അനന്തും ആത്മഹത്യ ചെയ്യും മുമ്പ് ഇവനെ കൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുപ്പിച്ചതിന് ശേഷം, അത് ഷെഡ്യൂൾ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇവനെ കൊന്നതാണോ എന്ന്, ഈ ജിഹാദി കൊന്നതാണോ, അൻസിൽ എന്ന് പറയുന്ന സഹോദരി ഭർത്താവ് കൊന്നതാണോ എന്നതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ലക്ഷക്കണക്കിന് സ്വയം സേവകർക്ക് ആർക്കും ഉണ്ടാകാത്ത ഈ മോശം അനുഭവം RSSൽ നിന്ന് അനന്തുവിന് ഉണ്ടായി എന്ന ആരോപണം ഉന്നയിച്ചത് അനന്തുവിന് മേൽ ചില നിഗൂഢ ശക്തികൾ ചെലുത്തിയ സ്വാധീനം കാരണമാണ്. ഓർക്കുക, 100 കണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നയാൾക്ക് ഒടുവിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം കണ്ടതാണ്. സ്വയം സേവകരോട്, സംഘബന്ധുക്കളോട് ഇത് ശതാബ്ദി വർഷമാണ്, ശതാബ്ദി വർഷത്തിൽ നിത്യശാഖകൾ സജീവമാക്കുക, മടി പിടിച്ചിരുന്നവർ കൂടി ശാഖയിലെത്തുക, സംഖ്യ വർദ്ധിപ്പിക്കുക, അതെ അത് മാത്രമാണ്, അതാണ് ഇതിനുള്ള മറുപടി എന്നും എതിർപ്പുകളെ പൂമാലയാക്കി വളർന്നതാണല്ലോ നമ്മുടെ സംഘരീതി എന്ന് ടീച്ചർ പറയുകയാണ്. ഇത് ശശികല ടീച്ചർ പറയുന്നതാണ്. നോക്കൂ, ഇനി MS രാധാകൃഷ്ണൻ പടിഞ്ഞാറേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ ഇതിനേക്കാൾ ഗംഭീരമാണ്. ഇത്തരത്തിൽ ഒരുപാട് ആർട്ടിക്കിളുകൾ ഉണ്ട്. ഇത് നമ്മൾ വായിക്കാൻ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് വീഡിയോയിലൂടെ പറയുന്നത്. കേൾക്കേണ്ടതാണ് ഓരോ സംഘ BJP ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരും. അദ്ദേഹം പറയുന്ന MS രാധാകൃഷ്ണൻ പടിഞ്ഞാറേൽ എന്ന വ്യക്തി പറയുകയാണ്,
മരണപ്പെട്ട അനന്തു എന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ്. നോക്കൂ, ഈ അനന്തുവിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ഈ എഴുതുന്നത്. മറ്റാരുമല്ല, MS രാധാകൃഷ്ണൻ പടിഞ്ഞാറയിൽ എന്ന് പറയുന്ന വ്യക്തി. മരണപ്പെട്ട അനന്തു എന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ്. വളരെ മുൻപ് ഞാൻ ആ പ്രദേശത്തെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ആളുമാണ്. എനിക്ക് ഇപ്പോൾ RSSലോ BJPയിലോ മറ്റ് സംഘപരിവാർ സംഘടനകളിലോ ഉത്തരവാദപ്പെട്ട യാതൊരു ചുമതലയുമില്ല. ഈ സംഘടനകളുടെ പ്രവർത്തകരിൽ ഇപ്പോൾ കണ്ടുവരുന്ന തെറ്റായ പ്രവണതകളെ വിമർശിക്കുന്ന ആളുമാണ്. എന്റെ മുൻകാല പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അത് മനസ്സിലാക്കാവുന്നതുമാണ്. എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് സത്യമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ചുവടെ എഴുതുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്റെ മുൻ പോസ്റ്റിൽ പറഞ്ഞതുപോലെ RSSനെതിരെയുള്ള ലൈംഗിക ആരോപണം തികച്ചും വസ്തുതാ വിരുദ്ധമായാണ് ഇവിടെയും ഞാൻ ആവർത്തിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി സത്യമാണെന്ന് വിശ്വസിച്ച് നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് OCD എന്ന രോഗം, അതായത് അനന്തുവിനുള്ള ഭ്രാന്ത് എന്ന് തന്നെ പറയാം. സ്വന്തമായി ചിന്തിച്ചോ, ആരെങ്കിലും പലതവണ പറഞ്ഞു കൊടുത്തോ, അങ്ങനെ ഒരു വിശ്വാസം അവന്റെ മനസ്സിൽ കൂടിയിരിക്കാം. ചികിത്സിക്കുന്ന ഡോക്ടറോട് തീർച്ചയായും അവൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ വഴിക്ക് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാവുന്നതാണ്. OCD രോഗിയായ ഒരു യുവാവിനെ ഇല്ലാ കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് RSSനെതിരെ തിരിക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തത് ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം. ഇനിയോ, കുറച്ച് പഴയ കാര്യങ്ങളാണ്. മരണപ്പെട്ട അനന്തു 1999 ജനിച്ച മനോലിയിലെ വീട്ടിൽ നിന്നും 2004 1 കിലോമീറ്റർ അകലെയുള്ള വഞ്ചിമലയിലെ വീട്ടിലേക്ക് താമസം മാറുന്നത് വരെ കുറ്റാരോപിതനായ നിതീഷ് മുരളീധരൻ അനന്തുവിന്റെ അയൽവാസിയായിരുന്നു. സമീപ സ്ഥലത്ത് TV യുള്ള ഏക വീട് എന്ന നിലയിൽ അയൽപക്കത്തുള്ള 10ഓളം വീട്ടുകാർ TV കാണാൻ വന്നിരുന്നത് അനന്തുവിന്റെ വീട്ടിലായിരുന്നു. ആ കൂട്ടത്തിൽ നിതീഷും ഉണ്ടായിരുന്നു. അനന്തുവിന് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ നിതീഷിന് ഏതാണ്ട് 11 വയസ്സായിരുന്നു പ്രായം. തന്നെയുമല്ല, രണ്ടുപേരും ഈ കാലത്ത് RSSൽ ചേർന്നിട്ടുമില്ല. നോക്കൂ, കള്ളത്തരം പൊളിയുകയാണ്. ഈ അനന്തു എന്ന് പറയുന്ന ഈ ആത്മഹത്യ ചെയ്ത പയ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് പറയുന്നത്. ഭാര്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള ഭർത്താവ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പറയുന്നത്. അതായത് അനന്തുവിന്റെ വീട്ടിൽ മാത്രം TV ഉള്ള കുടുംബത്തേക്ക് TV കാണാൻ വേണ്ടി അനന്തുവിനേക്കാൾ ഏതാണ്ട് 11 വയസ്സ് പ്രായം, അതായത് 7 വയസ്സ് മൂത്ത ഈ പറയുന്ന നിതീഷ് TV കാണാൻ വരുമായിരുന്നു. അന്നിവർ രണ്ടുപേരും ശാഖയിലോ RSSുമായി യാതൊരു ബന്ധവുമില്ല. അനന്തുവിന്റെ പ്രായം നമ്മൾ മനസ്സിലാക്കണം, ഏതാ, വെറും 3 വയസ്സാ. ഇനിയോ, വീഡിയോയിൽ പറയുന്ന തരത്തിൽ പീഡന ശ്രമം എന്തെങ്കിലും നടന്നാൽ കുട്ടി അമ്മയോട് പറയില്ലേ? അഥവാ മുറിവോ വേദനയോ ഉണ്ടെങ്കിൽ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അനന്തുവിന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. RSSന്റെ ശാഖയും ക്യാമ്പും എങ്ങനെ നടക്കുന്നു എന്നതിനെ പറ്റി അറിവുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ലൈംഗിക പീഡനം ഒന്നും നടക്കില്ലെന്ന്. അതല്ല, ആർക്കെങ്കിലും സംശയം തീർക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പരിശോധിക്കാവുന്നതാണ്. അവിടെ ആർക്കും ഒരു വിലക്കുമില്ല. പോരെങ്കിൽ അവന്റെ അച്ഛനാണ് അവരുടെ നാട്ടിലെ ശാഖാ ക്ലാസുകൾ നിയന്ത്രിച്ചിരുന്നത്. ഈ അനന്തുവിന്റെ അച്ഛനാണ് ഇതിന്റെ എല്ലാ കാര്യകർത്താവുമായിരുന്ന ഈ വ്യക്തിയായിരുന്നു ഈ അനന്തുവിന്റെ അച്ഛൻ എന്നുള്ളത്. അതാണ് പറയുന്നത്, ഒരു സമയത്ത് കുട്ടികളുടെ സ്വയം ശാഖ എടുത്തിരുന്നത് മുഖ്യ ശിക്ഷക് അനന്തുവായിരുന്നു. മുഖശിക്ഷക് അനന്തുവായിരുന്നു. അതായത് കുട്ടികളുടെ ശാഖ എടുത്തിരുന്നത് ഈ മരിച്ച അനന്തുവായിരുന്നു എന്നാ പറയുന്നത്. അവൻ അനന്തുവിന്റെ അടുത്ത ബന്ധു തന്നെയാണ് പറയുന്നത്. RSSന്റെ പ്രചാരകനാവുക, മുഴുവൻ സമയ പ്രവർത്തകനാണല്ലോ പ്രചാരകൻ എന്ന് പറയുന്നത്, എന്നതായിരുന്നു അനന്തുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ നിതീഷ് മുരളി ഒരിക്കലും BJPയുടെയോ RSSന്റെയോ സജീവ പ്രവർത്തകനായിരുന്നില്ല. RSSലും BJPയിലും ഒരു സ്ഥാനവും വഹിച്ചിട്ടുമില്ല. വിശേഷാൽ പരിപാടികളിൽ മാത്രം പങ്കെടുക്കുന്ന ഒരാൾ മാത്രമായിരുന്നു. 2018 തൊടുപുഴ അൽ അസർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് 2019 അച്ഛൻ അജി വാഹനാപകടത്തിൽ മരിക്കുന്നത്. കോളേജിലെ പഠനകാലം മുതലാണ് അവൻ RSSുമായി അകലം പാലിക്കാൻ തുടങ്ങിയത്. സ്വന്തമായി ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഒരു വർഷം മുൻപാണ് സഹോദരി ഈരാറ്റുപേട്ട സ്വദേശി അൻസിലിന്റെ ലവ് ജിഹാദ് കെണിയിൽ വീഴുന്നത്. ഇനി എന്തിനാണ് കൂടുതൽ ലവ് ജിഹാദ്? അതും എവിടെന്നാ? ഈരാറ്റുപേട്ടത്തെ അൻസിലാണ് ഈ അനന്തുവിന്റെ സഹോദരിയെ ലവ് ജിഹാദിൽ പെടുത്തി വീഴ്ത്തുന്നത്. അതിനുശേഷമാണ് അനന്തുവിനെ RSSനോട് കടുത്ത വിരോധം ഉണ്ടാവുന്നത്. അതിനായി അൻസിൽ എന്ത് മാർഗമാണ് സ്വീകരിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. ആരുടെയെങ്കിലും പ്രേരണയിൽ അവൻ എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നും അന്വേഷിച്ച് കണ്ടെത്തണം. ഒരു വർഷം മുൻപാണ് OCD ചികിത്സ തുടങ്ങുന്നത്. ഏകദേശം ഇവന്റെ സഹോദരിയെ ലവ് ജിഹാദിൽ പെടുത്തി അൻസിൽ
എന്ന് പറയുന്ന ജിഹാദി ഈ കുടുംബത്തേക്ക് വന്നതോടുകൂടിയാണ് ഏകദേശം ഒരു വർഷം മുൻപാണ് ഈ അനന്തു OCD എന്ന് പറയുന്ന പ്രാന്ത് ആ ചികിത്സ തുടങ്ങുന്നത്. ഇനിയും അവൻ വീഡിയോയിൽ പറയുന്നു 6 മാസമായി 7 കൂട്ടം മരുന്ന് കഴിക്കുന്നതായി പറയുന്നുണ്ട്. 3 ഉം 4 ഉം വയസ്സിൽ ലൈംഗിക പീഡനത്തിന് ഇരയായതുകൊണ്ടാണ് 21 വർഷത്തിന് ശേഷം തനിക്ക് OCD എന്ന രോഗം പിടിപെട്ടത് എന്നും ആനന്ദ് വീഡിയോയിൽ പറയുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മനസ്സിൽ വിഷാദ രോഗം ഉണ്ടാക്കിയത് ആരാണ്? വേറെ ആരുമല്ല, ഇവന്റെ സഹോദരി ഭർത്താവ് അൻസിൽ എന്ന് വിളിക്കുന്ന ഈരാറ്റുപേട്ടയിൽ ജിഹാദി തന്നെയാണ്. അൻസിൽ എന്ന് പറയുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും സംഘ BJP പ്രവർത്തകരെ സംശയിക്കേണ്ട. അൻസിൽ എന്ന് പറയുന്ന ആ ചങ്ങാതിയാണോ ഈ അനന്തുവിന്റെ അച്ഛന്റെ വാഹനാപകടത്തിന് പിറകിൽ? അൻസിൽ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ഈ ജിഹാദിയാണോ അനന്തുവിനെ കൊല്ലാൻ വേണ്ടി ആത്മഹത്യാ പ്രേരണയിലേക്ക് തള്ളിവിട്ടത് എന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഇവരുടെ ലക്ഷ്യം നമ്മൾക്കറിയാം. RSS അതിന്റെ 100ാം വാർഷികവും പിന്നിട്ട് അതിശക്തമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ നമ്മുടെ മദ്രസ വെളിച്ചെണ്ണ പോപ്പുലർ ഫണ്ടുകാരോ തീഹാർ ജയിലിൽ നരകയാതന അനുഭവിക്കുന്നു. അതിന്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI-ക്കാരോ നാട്ടുകാർ പോലും കണ്ടാൽ ഓടിച്ചിട്ടടിക്കുന്ന രീതിയിലേക്ക് തീവ്രവാദികളായിട്ട് മുദ്രകുത്തപ്പെട്ട് SDPI-ക്കാരെ കാണുന്നു. അപ്പോൾ പിന്നെ ഇവന്റെയൊക്കെ മനസ്സിലെ ആ RSS വിരുദ്ധത തീർക്കാൻ ഇവനൊക്കെ ഏതറ്റം വരെയും പോകുമെന്നുള്ളത് നമ്മൾക്കറിയാം. ഇനിയോ 80 വയസ്സ് വരെ മുത്തച്ഛനും 50 വയസ്സ് വരെ അച്ഛനും 20 വയസ്സ് വരെ അനന്തവും വിശ്വസിച്ച് പ്രവർത്തിച്ച സംഘടനയാണ് RSS. ആ RSS അനന്തുവിന് വെറുക്കപ്പെട്ട സംഘടനയായി മാറിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശ വിവരം മനസ്സിലായി കാണുമല്ലോ. 100 വർഷം ഭാരതീയർ നെഞ്ചിലേറ്റിയ ഒരു സംഘടനയെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിനെ നശിപ്പിച്ചു കളയാമെന്ന് ആരൊക്കെയോ വ്യാമോഹിക്കുന്നുണ്ടെന്ന് വ്യക്തം. അനന്തു അവരുടെ കയ്യിലെ കളിപ്പാവ മാത്രം. കേരള പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സംശയവും വേണ്ട. കാരണം RSS എന്ന് പറയുന്ന ലോകം ഭരിക്കുന്ന ലോകോത്തര സംഘടന, ലോകത്താകമാനം ആരാധകരുള്ള അതല്ലെങ്കിൽ അണികളുള്ള സംഘടനയെ കുറിച്ചാണ് ഒരു സുഡാപ്പി, ഒരു ഈരാറ്റുപേട്ടക്കാരൻ, മദ്രസ പൊട്ടൻ, വെളിച്ചെണ്ണ പൊട്ടൻ അൻസിൽ എന്ന് വിളിക്കുന്നവൻ ലവ് ജിഹാദ് നടത്തി ആ കുടുംബത്തിലേക്ക് കയറിപ്പറ്റി ഈ അനന്തുവിനെ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് കൊല്ലാക്കൊല നടത്തി അവസാനം മരണത്തിലേക്ക് തള്ളിവിട്ട് ഈ ചെയ്തത് RSS അന്വേഷിക്കാതെ പോവില്ല. കാരണം ഈ ഭാരതം ഭരിക്കുന്നത് എന്റെ മാതൃസംഘടന RSS ആണെങ്കിൽ, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്റെ RSS കാരനാണെങ്കിൽ, ഈ രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി RSS കാരനാണെങ്കിൽ, ഈ രാജ്യത്തെ രാഷ്ട്രപതി RSS കാരനാണെങ്കിൽ, അങ്ങനെ RSS കാരനാണെങ്കിൽ പൊന്നൻസിലെ, പൊന്നു സുഡാപ്പികളെ, പൊന്ന് അന്തംകമ്മികളെ, പൊന്നു കൊങ്ങികളെ ഇത് വെറുതെ വിടില്ല. 100 തരം ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് യഥാർത്ഥ പ്രതികളെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമ്പോൾ അന്നും നീയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇന്നാ നിതീഷ് എന്ന് വിളിക്കുന്ന ഏതോ ഒരു ചങ്ങാതി, ആ ചങ്ങാതിയുടെ കടയൊക്കെ തല്ലിപ്പൊളിക്കാൻ പോയാ നിന്നോടൊക്കെ ചോദിക്കട്ടെ, എന്തേ കൊല്ലം MLA മുകേഷ് ഉണ്ടല്ലോ, മുകേഷ് പീഡന കേസിൽ പെട്ടപ്പോൾ എന്തേ മുകേഷിന്റെ ഒന്നും തല്ലിപ്പൊളിക്കേണ്ടായിരുന്നോ നിനക്കൊന്നും? എന്തേ മാങ്കൂട്ടമുണ്ടല്ലോ, മാങ്കൂട്ടം അബോർഷൻ അടക്കം നടത്തി കുറെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭമുണ്ടാക്കിയപ്പോൾ എന്തേ കോൺഗ്രസ്സുകാരാ നിനക്കൊന്നും പ്രതികരിക്കണ്ടായിരുന്നോ, പ്രതിഷേധിക്കണ്ടായിരുന്നോ? എന്തിനാടോ അവനെ ഒന്ന് മാറ്റി നിർത്താൻ നിനക്കൊക്കെ നട്ടലുണ്ടായോ? മുകേഷിനെ ഒന്ന് മാറ്റി നിർത്താൻ നിനക്കൊക്കെ നട്ടലുണ്ടായോ? ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി മ്യാവൂ മ്യാവൂ എന്ന് പറഞ്ഞു കുറുകിക്കൊണ്ട് അവന്റെ സൂക്കേട് ഫോണിലൂടെ തീർത്തപ്പോൾ എന്തേടോ അവനെ മാറ്റി നിർത്തുക പോയിട്ട്? ഇന്നും അവൻ മന്ത്രി അല്ലേടോ? എന്താടോ നിങ്ങളുടെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന ഒരുത്തനുണ്ടായിരുന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ, അവന്റെ കുറുകൽ നിനക്കൊക്കെ കേൾക്കണോടോ? എന്താടോ ഒരുപാട് KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ സരിത കഥകൾ ഇന്നും ലോകത്തിനറിയാമടോ? എന്തേ അന്നൊന്നും നിനക്ക് പ്രതികരിക്കണ്ടായിരുന്നോ? അന്നൊന്നും നിനക്ക് പ്രതിഷേധിക്കണ്ടായിരുന്നോ? ഇത് RSSുമായി ഒരു പുലബന്ധമില്ലാത്ത ഒരു ചങ്ങാതി, അതും 7ഓ 8ഓ വയസ്സ് സമയത്ത് ഈ 3 വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്ന് പറയുക, അതും തൊട്ട അയൽപ്പക്കത്ത് ഒരു വീട്ടിൽ TV കണ്ടുപോലെ അത്ര ബന്ധമുള്ള ചെറിയ കുട്ടികളായിരിക്കെ 3 വയസ്സ് മുതൽ ഉള്ള കാലത്ത് 11 വയസ്സുകാരൻ പീഡിപ്പിച്ചു എന്ന് പറയുക. എന്നിട്ട് അത് പറയാൻ 24 വയസ്സ് വരെ കാത്തിരിക്കുക. അതിന്റെ ഇടയിൽ അവന്റെ സഹോദരിയെ ഈരാട്ടുപേട്ടക്കാരനായിട്ടുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി കല്യാണം കഴിക്കുന്നു.
അതോടുകൂടി RSS വിരുദ്ധനാവുന്നു. തന്റെ മുത്തച്ഛനും തന്റെ അച്ഛനും വിശ്വസിച്ച് സജീവ പ്രവർത്തനം നടത്തിയ ആ മാതൃ സംഘടനയെ തള്ളി പറയാൻ വേണ്ടി ആരാണ് ഇവനെ പഠിപ്പിച്ചത്? ഇങ്ങനെ 100 ചോദ്യങ്ങൾ, ആ 100,000 ചോദ്യങ്ങൾക്കും നീയൊക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്ന ആ പ്രചാരണങ്ങളും ഉണ്ടല്ലോ, അതിനൊക്കെ കൃത്യമായ ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തുമ്പോഴും നീയൊക്കെ ഇവിടെ മദ്രസ വെളിച്ചെണ്ണ കുപ്പിയുമായി ഉസ്താദിന് കുനിഞ്ഞു നിന്ന് കൊടുക്കണം. ഉസ്താദുമാരുടെ ആ സൂക്കേട് തീർക്കാൻ ഇന്നും ഉസ്താദ് മദ്രസ പീഡനമെന്ന് ഗൂഗിളിൽ കയറി ഒന്ന് അടിച്ചു നോക്കിയാൽ മതിയിടോ. ലക്ഷദ്വീപിലുണ്ട് ഒരു താത്ത, എന്താണ്, ഒരു സിനിമാ നടി താത്ത, എന്നിട്ടൊരു സംഖ്യയാണ് വിവാഹം കഴിച്ചാൽ വിട്ടുകളയാം. എന്തായാലും ആ എന്തോ ഒരു സുൽത്താന, ഒരു തേങ്ങാ സുൽത്താനയൊക്കെ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് ഉസ്താദിന് മുൻപിൽ കുലിഞ്ഞു നിന്നതിന്റെ സൂക്കേട് തീർക്കുന്നത് ഇപ്പോഴാ. ഒരു RSSകാരന്റെ പേരിൽ ഒരു പീഡനം കിട്ടിയിരിക്കുന്നു, അതും പ്രകൃതി വിരുദ്ധ പീഡനം. അത് എത്ര വയസ്സിലാ? 3-ാം വയസ്സില്. ആരാ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയത്? 11 വയസ്സുള്ളവൻ. എന്നിട്ട് ഇത് പറയാൻ എത്ര വർഷം എടുത്തു? 21 വർഷം എടുത്തു. നാണമുണ്ടോടെ, ഉളുപ്പുണ്ടോടെ? ആത്മഹത്യ ചെയ്തെങ്കിലും അനന്തുവേ, നിന്റെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കില്ല. നിന്റെ അച്ഛന്റെ, നിന്റെ മുത്തച്ഛന്റെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കില്ല. ഏതോ ഒരു സുഡാപ്പി എഴുതി തന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് RSS എന്ന് പറയുന്ന തന്റെ അച്ഛനും തന്റെ മുത്തച്ഛനും താനും വിശ്വസിച്ച ആ സംഘടനയെ തള്ളി പറഞ്ഞ നീ നിന്റെ സഹോദരിയെയും അമ്മയെയും അച്ഛനെയും തള്ളി പറയാൻ ഒരു മടിയും കാണിക്കില്ല, കൂട്ടിക്കൊടുക്കാനും ഒരു മടിയും കാണിക്കില്ല എന്ന് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനാവും. ഇതേ ഭാഷയിലെ നിന്നോട് പറയാൻ പറ്റുകയുള്ളൂ. നീ ചത്തുപോയത് നിന്റെ കുറ്റമല്ല, അത് നിനക്ക് വിധിച്ചതാണ്. ഇങ്ങനെ നാറിപ്പുഴുത്ത് നാട്ടുകാരുടെ വായിലിരിക്കുന്ന വൃത്തികേടും കേട്ട് മരിച്ചതിന് ശേഷവും നിന്നെ ഇങ്ങനെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അത് നീ ഇരന്നു വാങ്ങിയതാ. എന്തുകൊണ്ടാ? അച്ഛനെ ഒറ്റുകൊടുത്തു, മുത്തച്ഛനെ ഒറ്റുകൊടുത്തു. അതിന്റെ വിലയാണ് നീ വാങ്ങുന്നത്. ഇനിയാ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട 1000-ലധികം സ്ത്രീകളുടെ ശവശരീരം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ പോലെ തന്നെയായിരിക്കും ഈ RSS പീഡന കഥയുടെയും അവസാനമെന്ന് നിസ്സംശയം പറയാം. പിന്നെയോ, വീഡിയോയിൽ പറയുന്നത് പോലെ അടുത്ത ബന്ധുക്കളോട് പോലും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ്. എന്നിട്ടും ട്രെയിനിങ് കിട്ടിയ ഒരു ചാനൽ അവതാരകന്റെ തന്മയത്വത്തോടെ എത്ര ഭംഗിയായിട്ടാണ് അവൻ ആ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയാൻ ആരാണ് അവനെ നിർബന്ധിതമാക്കിയത്? ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചതിലൂടെ RSSനെ നശിപ്പിക്കാമെന്ന് വ്യാമോഹിച്ച ദേശവിരുദ്ധ ശക്തികളെ ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നോക്കൂ, ഇത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ രാധാകൃഷ്ണന്റെ ബന്ധം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ മരണപ്പെട്ട അനന്തു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ആളാണ് ഈ രാധാകൃഷ്ണന്റെ ഭാര്യ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രാധാകൃഷ്ണൻ പടിഞ്ഞാറയിൽ എന്ന് പറയുന്ന വ്യക്തി. ഇതിൽ പരം ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്തിനാണ് നമ്മൾക്ക് ഏറെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നമ്മൾ അറിയുക തന്നെ വേണം. മറ്റൊരു സംശയമാണ് വരുന്നത്, പണ്ട് കോൺഗ്രസ്സുകാരനായ നടൻ ദിലീപ് ഒരു പീഡനക്കേസിൽ പെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ DYFI തെമ്മാടികൾ ദിലീപിന്റെ കച്ചവട സ്ഥാപനം അടിച്ചു തകർത്തിരുന്നു. പക്ഷേ മുകേഷ് എന്ന നാണം കെട്ടവൻ ലൈംഗിക ചൂഷണ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള നിർദ്ദേശം പോലും ഈ നാണം കെട്ട പാർട്ടി കൊടുത്തില്ല. അവസരവാദത്തിന്റെയും ഇരട്ടത്താപ്പിന്റെയും കാപട്യത്തിന്റെയും പാരമ്യമാണ് ഈ DYFI-യും CPM-ഉം. ജിഹാദികളെ പോലെ തന്നെ എന്ത് തന്തയില്ലാത്തരം പറയാനും എന്ത് തന്തയില്ലായ്മ കാണിക്കാനും ഇവറ്റകൾക്ക് യാതൊരു നാണവും മാനവുമില്ല. ഇവിടെ കോട്ടയം പൊൻകുന്നം സ്വദേശിയായ അനന്തു അജി എന്ന 24 വയസ്സുകാരൻ തിരുവനന്തപുരം തമ്പാനൂര് ലോഡ്ജിൽ കഴിഞ്ഞ വ്യാഴാഴ്ച തൂങ്ങി മരിച്ചു. അച്ഛനും അമ്മയും പെങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു അനന്തുവിൻ്റെത്. RSSന്റെ താലൂക്ക് തല ഉത്തരവാദിത്തമുള്ള അച്ഛൻ അജി 5-6 വർഷം മുൻപ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അച്ഛന്റെ മരണശേഷം അനന്തുവിന്റെ ഒരേ ഒരു പെങ്ങളെ അൻസിൽ എന്ന മുസ്ലിം സുഡാപ്പി മദ്രസ പൊട്ടൻ പയ്യൻ വിവാഹം കഴിച്ചു. ഈ അനന്തു കഴിഞ്ഞ കുറച്ചു കാലമായി OCD എന്ന മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് അവൻ തന്നെ പറയുന്നു. ഇവിടെ ഒന്നുമല്ല കാര്യത്തിന്റെ ഗൗരവം കിടക്കുന്നത്. താൻ 3 വയസ്സ് മുതൽ ഈ കഴിഞ്ഞ കാലം വരെയും ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നും RSS ശാഖകളിലും ക്യാമ്പുകളിലുമാണ് താൻ ലൈംഗിക പീഡനത്തിന്
പീഡനത്തിന് ഇരയായത് എന്നും NM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു RSS പ്രവർത്തകനാണ് തന്നെ പീഡിപ്പിച്ചത് എന്നും അനന്തു അജി ഇൻസ്റ്റാഗ്രാമിലൂടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. തന്നോട് ഈ ചെയ്തതൊക്കെയാണ് ലൈംഗിക പീഡനം എന്ന് തനിക്ക് ബോധ്യം വന്നത് കുറച്ചുനാൾ മുൻപ് മാത്രമേ ആയിരുന്നുള്ളൂ എന്നും പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്നു എന്നുമാണ് അനന്തുവിന്റെ മൊഴി. ആ ഒരു മൊഴിയുടെ പുറത്താണ് ഡിഫിക്കാരുടെ ഈ മുതൽ നശിപ്പിക്കൽ പരിപാടി. ഇനിയോ ഈ മൊഴി പുറത്തു വന്ന ഉടനെ കേരളത്തിലെ ജിഹാദികളും അന്തംകമ്മികളും പതിവ് പോലെ RSSനെ തെറി പറയാൻ തുടങ്ങി. ഇതൊരു അവസരമായിരുന്നെന്ന മട്ടിൽ കയ്യും നെയ്യും മറന്ന് രംഗത്തിറങ്ങുകയും പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ മദ്രസകളിലെ 99% മദ്രസ അധ്യാപകരും. ആൺ പെൺ ഭേദമില്ലാതെ സകല വിദ്യാർത്ഥികളും നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ ദിനപത്രങ്ങൾ തുടങ്ങിയ കാലം മുതൽ കാണുന്നതാണ്. മദ്രസ പീഡനങ്ങളെ കുറിച്ച് നാണക്കേടിന്റെ കാര്യത്തിൽ ആർക്കും തകർക്കാൻ പറ്റാത്ത ആ ഒരു റെക്കോർഡുള്ള സമുദായമാണ് ഈ സമുദായം. ഈ വിഷയത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ളത് ഉസ്താദുമാർ എന്ന് വിളിക്കപ്പെടുന്ന മദ്രസ അധ്യാപകന്മാരാണ്. പോക്സോ മമ്മുവിന്റെ ശിഷ്യന്മാരായ ഇത്തരം ഉസ്താദുമാരെ വെളിച്ചെണ്ണ ഉസ്താദുമാർ എന്നാണ് കേരളക്കര മൊത്തം വിളിക്കുന്നത്. പിന്നെ അന്തംകമ്മികളുടെ കാര്യം പല DYFI SFI നേതാക്കന്മാരുടെയും മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ ചുരുങ്ങിയത് ഒരു 10-20 സഖാത്തി സ്ത്രീകളുടെ വീഡിയോ ക്ലിപ്പെങ്കിലും അതിലുണ്ടാകും. വർഗീയ ഫാസിസ്റ്റുകൾക്കും ബൂർഷ മുതലാളിമാർക്കും എതിരായ വർഗ സമരത്തിൽ പാർട്ടിയിലെ സ്ത്രീകൾക്കെതിരായ പീഡന ലൈംഗിക ചൂഷണവും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇപ്രകാരം നാറി നാണം കെട്ട് നിൽക്കുന്ന രണ്ടു കൂട്ടർ RSSനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ ചാടി വീണു. ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലും വരെ ഈ വിഷയം പ്രചരിപ്പിക്കാനും RSSനെ തലങ്ങും വിലങ്ങും കുറ്റം പറയാനും പുലഭ്യം പറയാനും തുടങ്ങി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണയായി RSSനെതിരെ ലൈംഗിക വിഷയത്തിൽ പ്രചാരണം നടത്താനുള്ള യാതൊരു അവസരവും RSS ഉണ്ടാക്കാറില്ല. ഇവിടെ 24 വയസ്സുള്ള പയ്യൻ പറഞ്ഞത് അവന് 3 വയസ്സ് മുതൽ പീഡനമേറ്റു എന്നാണ്. കണ്ണേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന നിതീഷ് മുരളീധരൻ എന്ന വ്യക്തിയാണ് തന്നെ പീഡിപ്പിച്ചത് എന്നും പുതിയതായി വന്ന വീഡിയോയിൽ അനന്ത് പറയുന്നുണ്ട്. ഇതിന്റെ വാസ്തവം എത്രത്തോളം ഉണ്ടെന്നതും എനിക്കറിയില്ല. എന്തായാലും 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചത് ഈ നിതീഷ് ആയിരിക്കാൻ യാതൊരു വഴിയുമില്ല. സംഘശാഖകളെ കുറിച്ച് ബോധമുള്ള ആർക്കും റോഡ് സൈഡിലും നടപ്പാതയുടെ അരികിലും പ്രവർത്തിക്കുന്ന സംഘശാഖകളിൽ ആരെയും പീഡിപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി ശിബിരത്തിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണെങ്കിൽ സാധാരണയായി സംഘത്തിന്റെ ശിബിരങ്ങൾ നടക്കാറുള്ളത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയാണ്. അവിടെ ഹാളിൽ യാതൊരു മറയുമില്ലാതെയാണ് സംഘപ്രവർത്തകർ കിടന്നുറങ്ങാറുള്ളത്. ഈ ഹാളിൽ വെച്ച് ആർക്കും ആരെയും കാര്യമായി പീഡിപ്പിക്കാൻ കഴിയില്ല. പിന്നെയോ തൊടാനോ തലോടാനോ ഒക്കെ പറ്റുമായിരിക്കും. അതിനപ്പുറം മദ്രസയിൽ നടക്കുന്ന പോലെ വെളിച്ചെണ്ണ പുരട്ടിയുള്ള ഗുദഭോഗമൊന്നും സംഘശാഖകളിലോ സംഘശിബിരങ്ങളിലോ നടക്കില്ലെന്ന് ഈ കിടന്നു കുരക്കുന്ന ജിഹാദികൾക്ക് അറിയാമെങ്കിലും സഖാക്കന്മാർക്ക് നന്നായിട്ട് അറിയാം. കാരണം സംഘശാഖയിൽ എന്താണ് നടക്കുന്നതെന്ന് പാത്തും പതുങ്ങിയും ഒളിഞ്ഞു നോക്കുന്നവർ ആണല്ലോ ഇവർ. അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നിയോഗിക്കപ്പെട്ടവർ പലരും ഇന്ന് നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ എന്ന് ചൊല്ലി നിസ്വാർത്ഥ സംഘ സ്വയം സേവകരായി നടക്കുന്നുമുണ്ട്. ഇങ്ങനെ ആർട്ടിക്കിളുകൾ ഒരുപാടുണ്ട്. നിലയ്ക്കാത്ത ആർട്ടിക്കിളുകൾ തന്നെയാണ്. ഇതിന്റെ ശാസ്ത്രീയ വശമായാലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ ഒരു ക്ഷേത്രം തകർക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികൾ കോപ്പ് കൂട്ടിക്കൊണ്ട് പടപ്പുറപ്പാട് നടത്തിയത് അത് ഈ അൽ കേരളത്തിൽ നിന്നായിരുന്നു നേതൃത്വം കൊടുത്തത്. അതിനൊരു ജിഹാദി ചാനലും ഒരുപാട് നന്മ മരങ്ങളാണെന്നും പറഞ്ഞ് നടക്കുന്ന മദ്രസ വെളിച്ചെണ്ണ ഉസ്താദുമാർ പൊട്ടന്മാരായിരുന്നു എന്നുള്ളതും കൃത്യമായി തെളിവ് സഹിതം പുറത്തു വന്നു. അത്രയെ 100 വർഷം തികച്ച് ശക്തിയോടെ മുന്നേറുന്ന എന്റെ മാതൃസംഘടന RSSനെതിരെയും ഈ മദ്രസ പൊട്ടൻ ഇസ്ലാമിക ജിഹാദി അൻസിൽ എന്ന് വിളിക്കുന്ന ആ പെണ്ണിന്റെ തന്റെ സഹോദരിയുടെ ഭർത്താവായുള്ള ജിഹാദിയുടെ പ്രേരണയാൽ ആത്മഹത്യ ചെയ്തപ്പെട്ട ഈ അനന്തുവിലൂടെ നടത്തപ്പെട്ടത് എന്ന് ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസി വെറുതെ ഇരിക്കില്ല. മദ്രസ പൊട്ടന്മാരെ, നിന്റെയൊക്കെ ധർമ്മസ്ഥലയിൽ നീയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആ ശുദ്ധ തെമ്മാടിത്തരമുണ്ടല്ലോ, അത് പൊളിച്ചടുക്കിയ പോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി അടക്കം കേരളത്തിൽ നീയൊക്കെ പുളച്ചു മറിയുന്ന RSS ശാഖയിൽ നടക്കുന്നത് ഇതാണെന്നും പറഞ്ഞ് നിന്റെയൊക്കെ മദ്രസയിൽ നടക്കുന്ന ഉസ്താദിന്റെ ഗുദഭോഗമുണ്ടല്ലോ, ആ ഉറപ്പിൽ, ആ ഉറക്കച്ചടവിൽ, ആ സ്വപ്നത്തിൽ, ആ ഓർമ്മയിൽ
നീ RSS മേതിലെ കുതിര കയറുമ്പോൾ അത് നിനക്ക് ബൂമറാങ് പോലെ തിരിച്ചടിക്കും എന്നുള്ളത് 100% പറയുകയാണ്, കട്ടായം പറയുകയാണ്. നീ എഴുതി വെച്ചോ, ഇല്ലെങ്കിൽ നീയൊക്കെ പറയുന്നത് കേൾക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും RSS ശങ്ക അതല്ലെങ്കിൽ BJP ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ കൃത്യമായിട്ടും നിങ്ങളുടെ ആ ഒരു ആത്മധൈര്യമുണ്ടല്ലോ, ആത്മവിശ്വാസമുണ്ടല്ലോ, അത് നശിപ്പിക്കാൻ വേണ്ടി ജിഹാദികൾ നടത്തുന്ന ഈ കെണിയിൽ വീഴരുതെന്ന് മാത്രമേ ഉറക്കെ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.